നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സന്ധ്യ പല്ലവിയുടെ പോസ്റ്റും കാര്യങ്ങളും എല്ലാവരും കണ്ടു എന്ന് തോന്നുന്നു. അവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി, 24 വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആ കുട്ടി ഇപ്പോൾ മരിച്ചിട്ട് 3 വർഷമാകാൻ പോകുന്നതെന്നാണ് അവർ അച്ഛൻ പറയുന്നത്. നമ്മുടെ സന്ധ്യ പല്ലവി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സന്ധ്യ പല്ലവി ആരാന്ന് ചോദിച്ചാൽ 2022 വർഷമാകാൻ പോകുന്നു, ജൂലൈ 10 ആകുമ്പോൾ ചേച്ചി ഈ ഒരു കാര്യത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങിയിട്ട്. ഓക്കെ, എന്തായാലും ജീവമാതാ, കൂടുതലൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, നിങ്ങൾ തന്നെ ബാക്കി അങ്ങ് പൂരിപ്പിച്ചെടുത്തു. അവിടുത്തെ അമ്പിളി ചേച്ചി, അമ്പിളി എന്ന് പറയാം, ഇനി ഉദയെന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല, നമ്മുടെ അമ്പിളി ചേച്ചിയുടെ ഓരോ കള്ളങ്ങളും കാര്യങ്ങളൊക്കെ തുറന്നു കാട്ടാൻ വേണ്ടി ആ സ്ത്രീ ഒരുപാട് നടന്നു വരുന്നു. 3 വർഷം മുമ്പ് അവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. ആ സമയം അവർ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പോലും അവരുടെ കൂടെ നിന്നിട്ടില്ലായിരുന്നു. ചേച്ചി, ആ 3 വർഷം മുമ്പൊക്കെ നമ്മളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സംഭവം വേറെ ലെവലാക്കി തരാമായിരുന്നു. ഓക്കെ ചേച്ചി, ഇപ്പം എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് പണി കിട്ടിയത് അമ്മയ്ക്കും മോനും മരുമക്കൾക്കും ഒക്കെ കൂടെ പണി കിട്ടിയത്. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ, എന്തായാലും 5-ാം മാസം വളകാപ്പ് എന്തൊക്കെയായിരുന്നു, അമ്പും മലപ്പുറം കത്തി മിഷ്യൻ കണ്ണുമൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മൾ ആദ്യം കൈയടിക്കേണ്ട ഈ സന്ധ്യ പല്ലവിയോടാണ്. ഈ ചേച്ചി ഒരാഴ്ച മുമ്പ് നമ്മളെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വോയിസും കാര്യങ്ങളൊക്കെ വിട്ട സമയത്ത് ചേച്ചി കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഇവിടെ പറയുന്നില്ല. പക്ഷേ ആ ചേച്ചി ഞാൻ വിചാരിച്ചു ഡൗൺ ആയി പോയെന്ന് കരുതി. പക്ഷേ പുള്ളിക്കാരി ഒരു തിരിച്ചുവരവ് നടത്തി, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ആദ്യം പറയേണ്ടത് ഈ ചേച്ചിനെ കുറിച്ചാണ്. കാരണം ഇവരാണ് ഇതിനു വേണ്ടി ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടത്. അതിനാദ്യം നമ്മൾ കൈയടിക്കേണ്ടത് ഈ ഒരു ചേച്ചിയാണ്. അന്ന് ഇവർ കേൾക്കാത്ത തന്തയ്ക്കും വിളിയും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവരെ വിളിക്കാത്തവരാരും ഇല്ല, അതറിയാലോ. ആ ചിന്തയും ആയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇവരെ കുറിച്ച് പറയുന്നുള്ളൂ. സന്ധ്യ ചേച്ചിയുടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഞാനത് സൈഡിലോട്ട് വെച്ചേക്കാം, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. പോസ്റ്റ് വായിച്ച് സമയം കളയുന്നില്ല, നമുക്ക് ചേച്ചിയുടെ വീഡിയോയിലോട്ടും കൊണ്ടു പോകാം. അപ്പോൾ പോസ്റ്റും സൈഡിൽ കിടക്കാം. അപ്പോൾ എന്താണ് ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എന്താണെന്നൊക്കെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ച് ഈ അനാഥാര കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ ഈ മരണപ്പെട്ടൊക്കെ കഴിഞ്ഞാൽ 10,000-25,000 രൂപയൊക്കെ അവിടെ കിട്ടുകയൊക്കെ ചെയ്യും. ഈ കുട്ടിക്ക് ആഹാരം പോലും അങ്ങനെ നേരെ ചുവനെ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് സന്ധ്യ ചേച്ചി പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ആ കുട്ടിയെക്കുറിച്ച് ചേച്ചി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അത് വെച്ച് തരാം. സോറി, അതിന് മുമ്പ് അച്ഛൻ്റെ വോയിസ് കേട്ട് നോക്കുക. ആ ചേച്ചി ആദ്യം ഷോക്കായിപ്പോയി. ആ ഒരു അച്ഛൻ്റെ സംസാരം കേട്ടിട്ടെ, മകൾ മരിച്ചു നിന്നപ്പോഴേ ഒന്നാലോചിച്ച് 24 വയസ്സുള്ള കൊച്ചിൻ്റെ ഫേസ് നിങ്ങളൊന്ന് നോക്കിയേ, ആ രൂപം നിങ്ങളൊന്ന് നോക്കിയേ. ഇതേ പ്രായം ഉള്ള ഒരു തന്തയ്ക്ക് പറക്കാത്ത ഒരുത്തനാണ് ആ വീട്ടിൽ ഇരിക്കുന്നത്. വല്ലവനെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. തന്തയ്ക്ക് പറക്കാത്തവനെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അവനെ. അവൻ എന്നിട്ട് നല്ല പിള്ള ചെമ്മയെന്ന് അവൻ കാണിക്കുന്ന ഓരോ തോന്നിവാസം നാട്ടിലെ പിള്ളേരോട് ചോദിച്ചു നോക്കിയാൽ മതി. അവൻ അടിച്ചിടിച്ച് അടിക്കാനും ഇടിക്കാനൊക്കെ നമ്മളൊക്കെ അടിയൊക്കെ ഉണ്ടാക്കി ടീംസൊക്കെ തന്നെ. എന്നിട്ട് ഞാൻ കൂടുതൽ നല്ല പിള്ള ചെമ്മഞ്ഞ് സംസാരിക്കുന്നതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അവൻ കാണിച്ച തോന്നിവാസം എന്ന് വെച്ചാൽ ഒരു പാവം പിടിച്ച് വരുന്ന പിറക്കിട്ടിടിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് ഹോൾഡുണ്ട്, നിന്നെയൊക്കെ പണിയും, നിന്റെ കുടുംബത്തിനെയും പണിയും എന്നൊക്കെ അവൻ വെല്ലുവിളിച്ച് വരുത്തനാണ് അവനാ. അമ്മയുടെ ഹോൾഡും വെച്ചിട്ട് അവൻ എന്ത് തോന്നിവാസവും കാട്ടിക്കൂട്ടാന്നറിയോ. കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം കാണിച്ച തോന്നിവാസങ്ങളും പലതും അതും ഇതും മറ്റേത് മറിച്ചതും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുവാണെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ. അവൻ മാത്രമല്ല, തെറ്റുകാർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും തൊട്ട് നിൽക്കുന്ന ആൾക്കാരും. എന്ന് വെച്ചാൽ ഇവനെ ആരാ തെറ്റുകാരിയെന്നും കൂടെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് വേറെ കുറേ കഥകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല ഇപ്പം. അവൻ്റെ പ്രായമുള്ളൊരു കൊച്ചാണ് ഈ കാണുന്നത്, അവൻ്റെ പ്രായമുള്ള. ആ കൊച്ചിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അച്ഛൻ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അവൻ അവിടെ തോന്നിവാസം കാണിച്ച് ഓരോ അടിയൊക്കെ ഉണ്ടാക്കുക. നമ്മളും അടിച്ചിട്ടൊക്കെ ഉണ്ട്, വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ട് വിട്ടിട്ടും ഉണ്ട് നല്ല രീതിയിലൊക്കെ. ഇവൻ ഓരോരുത്തരും എൻ്റെ അമ്മയ്ക്ക് ഹോൾഡ് ഉണ്ട്, നിന്നെയൊക്കെ അടിക്കും, ഇവൻ സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റി വിട്ടിട്ട് അവൻ കാണിക്കുന്ന തോന്നിവാസത്തിനെ കുറിച്ച് അവിടെ ഉള്ളവരൊക്കെ പറയുകയൊക്കെയാണ്. അവൻ ഭയങ്കര അഹങ്കാരമായിരുന്നു. സത്യം പറഞ്ഞ് ഈ കല്യാണം തന്നെ നാട്ടുകാർക്ക് പുച്ഛമായിരുന്നു. പിന്നെ ഇവർക്ക് ഹോൾഡും കാര്യങ്ങളും ഉണ്ടോ ഒറ്റ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കത്തില്ലായിരുന്നു, മിണ്ടത്തുമില്ലായിരുന്നു. ഇപ്പം ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴേ 24 വയസ്സെന്നൊക്കെ പറയുമ്പോഴേ അവൻ്റെ പ്രായമാണ്. 24ാമത്തെ വയസ്സിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ശാപമാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്. അവൻ്റെ 24ാമത്തെ വയസ്സിൽ ഇപ്പോൾ കണ്ടില്ലേ, അവൻ സ്വന്തം വീട്ടിൽ പോലും നിൽക്കാതെ അവൻ ഒളിച്ച് എവിടെയെങ്കിലും താമസിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴും ഇവരെയൊക്കെ വിളിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു വിഷയം വന്നതിന് ശേഷം അവിടുത്തെ സ്റ്റാഫിന് ഫോൺ കൊടുക്കത്തില്ല കേട്ടോ, ഫോണെല്ലാം മാറ്റി വെപ്പിച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. കാരണം വീഡിയോ ഒക്കെ ലീക്ക് ആയതിനു ശേഷം അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. അച്ഛൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഇതിൻ്റെയൊക്കെ കർമ്മ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാനൊന്ന് വെച്ച് തരാം. പത്തനംതിട്ടയല്ലേ ഇത്? ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ? ലക്ഷ്മിയോ? ലക്ഷ്മിയുടെ അച്ഛനാ. ലക്ഷ്മി ഉണ്ടോ അവിടെ? ലക്ഷ്മി മരിച്ചുപോയി. എങ്ങനെ ലക്ഷ്മി മരിച്ചറിയില്ലേ? ഇല്ല. അടൂര് അവിടെ നമുക്ക് വിട്ടതാ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടെ പിന്നെ അതൊമ്പതായപ്പോൾ ജീവമാതാക്കാർ കൊണ്ടുപോയി. ജീവമാതയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടല്ലോ, അവർ കുഞ്ഞിനെ നോക്കിയിരുന്നില്ല. അവിടെ കണ്ട വീഡിയോ പിന്നെ അസുഖമായിട്ട് ഞാനപ്പോൾ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് റാന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 ദിവസം ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു. 10 ദിവസം കിടന്നു. പിന്നെ വീട്ടിൽ വന്നു മരിച്ചു. 10 ദിവസം കഴിഞ്ഞു. ഈ ഓണമാകുമ്പോൾ 3 വർഷവും.
ഞാൻ ആ കുട്ടിക്ക് കൂടി വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത്. എന്നിട്ട് അച്ഛന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. അന്ന് ഈ ചേച്ചിയുടെ കൂടെ, സന്ധ്യ ചേച്ചിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, സത്യം പുറത്ത് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആ കൊച്ചു നമ്മുടെ മുന്നിൽ കണ്ടേനെ. ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ, അതിന്റെ മറുപടി നിങ്ങൾ തന്നെ വാ. ഇപ്പോഴും ആ അമ്മയെ വാഴ്ത്തി പാടുന്നുണ്ട്. നല്ല അമ്മ, പൊന്നമ്മ, ചക്കരയമ്മ, മാങ്ങ തൊലി കൂടിപ്പോവും. ഇവിടെ പോലുള്ളവരൊക്കെ പറഞ്ഞാൽ കൂടിപ്പോവും. സത്യം പറയാലോ, എന്ത് യോഗ്യതയുണ്ട്. അവൾ ഉടുത്തിരിക്കുന്ന തുണി പോലും, ഞാൻ പച്ചയ്ക്ക് വിളിച്ചാൽ അവൾ ഉടുത്തിരിക്കുന്ന തുണി പോലും ഇവർക്ക് കിട്ടുന്ന അന്നത്തിൽ നിന്ന് കൈയിട്ട് വാരിയെടുത്താന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ എന്താ പറയണ, ഇല്ല സീരിയലിനകത്തൊക്കെ അമ്മായിമ്മമാരൊക്കെ വരത്തില്ലേ, പട്ടും സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വലിയ ഇതൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ. ഇവർക്ക് കിട്ടുന്ന അന്നത്തിന്റെയാ. അതുകൊണ്ട് കോടികൾ സമ്പാദിച്ച് വീട് വെച്ച്, മകന് വീട് വെച്ച്, ലക്കി ഡെപ്പും കോപ്പെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ലക്കി അത് 500 രൂപയ്ക്ക് കൂപ്പൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിന്റെ ഫസ്റ്റ് റിസൾട്ട് എവിടെ? അതൊക്കെ സെക്കൻഡ് റിസൾട്ട്, തേർഡ് റിസൾട്ട്, ഇതൊക്കെ എവിടെ? ഇതൊന്നും വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലൊന്നും. ആ മരുമോളെ വെച്ചിട്ട് കുറെ പ്രൊമോഷൻ പരിപാടി നടത്തി. ഇതൊക്കെ എവിടെ പോയി? ഇതൊക്കെ ലീഗലാണോ? ഇല്ലീഗലാണ്. ഇതൊക്കെ ഞാൻ വന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ആ സാധനം എടുത്ത് വെച്ചപ്പോൾ തന്തയ്ക്ക് പറക്കാത്തവനാ, മറ്റേ അവനാ പോയി പണിക്കെടുപ്പോടാ, മറ്റേത് ചെയ്യടാ, മറിച്ചത് ചെയ്യടാ, ഇതിനേക്കാളും നല്ല നീയൊക്കെ ചത്തുകൂടെ എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ലക്ഷ്മിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ലക്ഷ്മിക്ക് അച്ഛനുണ്ട്, എല്ലാം ഉണ്ട്. അവർ ചില ബുദ്ധിമുട്ടുകൾ കണ്ടോ അവിടെ കൊണ്ടുവച്ചത്. ആ സ്ഥാനത്ത് നിങ്ങളോ ഞാനോ ഒക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കാണുന്ന എന്നെ തന്തയ്ക്ക് വിളിക്കുന്നവരാണെങ്കിൽ പോലും, ഇത് കാണുന്ന ഒരാളെങ്കിലും ആ സന്ധ്യയുടെ സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ ആരും വേണ്ട, നിങ്ങളുടെ മക്കളെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പറയുന്ന തെറ്റാ, ഞാൻ പറയുന്നത് തെറ്റാ. പക്ഷെ നിന്റെയൊക്കെ തലയിൽ കയറണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാലേ നിന്റെയൊക്കെ അണ്ണാക്കിലോട്ടും തലയിലോട്ടും കയറത്തുള്ളൂ. അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. ഇത് തുറന്നടിച്ച് പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരാവോ നിങ്ങളുടെയൊക്കെ മുന്നിലാണ്? നീ എന്തുവാടാ പറയുന്നത്, നീ എന്തുവാടാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു നിനക്കൊക്കെ തലയിൽ കയറാൻ വേണ്ടി പറയുക. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ആ കുഞ്ഞിന്റെ അവസ്ഥ, 10-24 വയസ്സുണ്ട്, അവർ മരണപ്പെട്ടു പോയി. അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ ചേച്ചി പറയുന്നതിൻ്റെ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾ സന്ധ്യ പല്ലവിയാണ്. സപ്പോർട്ട് ചെയ്യുന്നവർക്കും തെറി വിളിക്കുന്നവർക്കും മോശം കമൻ്റ് ഇടുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇനി ഞാൻ ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഈശ്വര നിശ്ചയം വീണ്ടും വീണ്ടും വരാൻ സാധിക്കുന്നു. വെറുതെ വന്ന് എൻ്റെ വിഷയങ്ങൾ പറയാനല്ല. ഇന്നലെ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി. ഞാൻ ഈ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഇവരുടെ എടുത്തു വെച്ചിരുന്ന ഫോട്ടോസും വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ബുക്കിൽ എഴുതിയ 2 ഫോൺ നമ്പർ കിട്ടി. എനിക്കത് ആരുടെ ആണെന്നറിയില്ല. ഞാനപ്പോൾ അത് ആദ്യത്തെ നമ്പറിൽ വിളിച്ചപ്പം ഫോൺ എടുക്കണില്ല. 2ാമത്തെ നമ്പറിൽ വിളിച്ചപ്പം ഫോൺ എടുത്തു. ഇത് ആരാ എന്താണെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പെട്ടെന്നൊരു ഉൾപ്രേരണ തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചു, ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേ ലക്ഷ്മിയുടെ ഫാദറാന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു. അത് ഞാൻ പോരുന്നതിന് ശേഷം കുറച്ച് നാളും കൂടി ജീവിച്ചു, ലക്ഷ്മി മരണപ്പെട്ടു. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. വിഷമം തോന്നി. കാരണം അതിനെ ആ ഹോമിൽ നിന്ന് മാറ്റി ഗവൺമെൻറ് ഹോമിലേക്ക് ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. അല്ലാതെ ആരെയും വ്യക്തിഹത്യ ചെയ്യാനല്ലെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നു. നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരും എനിക്ക് മെസ്സേജ് ഇടുന്ന ആൾക്കാരും എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എന്താ മറുപടി അറിയുന്നത്? എന്തായാലും ഞാൻ ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞത് ഒന്നിടാം, നിങ്ങൾ കേട്ട് നോക്ക്. പത്തനംതിട്ടയല്ലേ ഇത്? ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ? ലക്ഷ്മിയോ? ലക്ഷ്മിയുടെ അച്ഛനാ. ലക്ഷ്മി ഉണ്ടോ അവിടെ? ലക്ഷ്മി മരിച്ചുപോയി. 3 വർഷമായി. എങ്ങനെ എങ്ങനെ? ലക്ഷ്മി മരിച്ചായിരിക്കില്ലേ? ഇല്ല, അടൂരാണ്. അടൂര്. അവിടെ നിന്ന് അവിടെ വിട്ടതാ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്ന് പിന്നെ അസുഖം ജീവമാതാക്കാർ കൊണ്ടുപോയി. ജീവമാതയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അവർ കുഞ്ഞിനെ നോക്കിയൊന്നുമില്ല. അവിടെ കണ്ട വീഡിയോ പിന്നെ അസുഖമായിട്ട് ഞാനപ്പോൾ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് റാന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 10 ദിവസം ബ്ലഡൊന്നും ഇല്ലായിരുന്നു. 10 ദിവസം അവിടെ കിടന്നു. പിന്നെ വീട്ടിൽ വന്നു, മരിച്ചു. 10 ദിവസം കഴിഞ്ഞു. എന്റെ ഈശ്വരാ, ഈ ഓണമാകുമ്പോൾ 3 വർഷമാവും. ഞാൻ ആ കുട്ടിക്ക് കൂടി വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത്. എന്നിട്ട് ഒരു 24 വയസ്സുള്ള പെൺകുട്ടിയാണ് അവള്. നന്നായി ഫുഡ് കഴിക്കാഞ്ഞ്, നന്നായി വെള്ളം കുടിക്കാഞ്ഞ്, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാഞ്ഞ്, മുടിയെല്ലാം പൊഴിഞ്ഞ് ശോഷിച്ച് ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ഇല്ലാതെ വറ്റി, ജലാംശം പോലും ഇല്ലായിരുന്നെന്നാണ് അച്ഛൻ പറയുന്നത്. കേട്ട് കാണുമല്ലോ നിങ്ങൾ. ഇനി പറ, ഞാനാണോ തെറ്റുകാരി? ഇത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ ഞാനാണോ തെറ്റുകാരി? അതോ അവരെ പട്ടിണിക്കിട്ട് വന്ന ഇവരാണോ തെറ്റുകാരി? ഇനി ലക്ഷ്മിയുടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അത് ആ വ്രണം ഉണങ്ങുന്ന വ്രണമാണ്. അവർ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ടാണ് ഈ കുട്ടീനെ ഇവരെ ഏജന്റ് ഉണ്ടെന്ന് പറയുന്നില്ല, ഏജന്റ് വഴിയാണ് ഇവർ അവിടെ പോയി കൊണ്ടുവന്നതാണ് ജീവമാതാക്കാർ. ഇങ്ങനെ ഒരാളെ അവർ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പം അവരാണോ അതിൻ്റെ ബാധ്യസ്ഥരെ നോക്കാനുള്ളത്? അവർക്കാണോ ബാധ്യതയുള്ളത്? അവരെന്തുകൊണ്ട് നോക്കിയില്ല? ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടറോടാണ്. പത്തനംതിട്ടയിൽ നല്ലവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കിയിട്ട്, ലൈസൻസ് ക്യാൻസലാക്കിയിട്ട് അവിടെയുള്ള അഗതികളെ ഇവിടേക്കാണ് സാറ് ശുപാർശ ചെയ്തത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല.
അത് കഴിഞ്ഞിട്ട് കമന്റ് ചില ആൾക്കാർ വന്ന് പറയാം, കുറേ പേരുടെ അന്നം മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനമായി ഒന്ന്. ആരുടെ അന്നം മുട്ടിച്ച്? ഈ അന്തേവാസികൾക്ക് അന്നം കിട്ടുന്നില്ല നന്നായിട്ട്, അടുത്ത കുട്ടികൾക്കും കിട്ടുന്നില്ല. അന്നദാനം ഉള്ളപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നല്ല ഫുഡാണ് അന്നദാനത്തിന് ആൾക്കാർ വെച്ച് കൊണ്ടുവരും. അന്നദാനത്തിന് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് അവർ ചെയ്യില്ല, അന്നത്തെ ദിവസം കഞ്ഞിയും പയറുക. പിന്നെ ഒരു കമന്റ് ഉണ്ട്, ഞങ്ങളുടെ അപ്പച്ചിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ അപ്പച്ചിയെ ഞങ്ങൾ ആരും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയില്ല. ഇതിനെല്ലാം വഴിവെച്ചത് അവരാണ്, അവരോട് എന്ന് പറയൂ. പിന്നെ പറയുന്നു, പിന്നെ ഒരാൾ പറയുന്നത് നിങ്ങൾ പക പോക്കുകയാണ് ഇത്രയും വർഷം. ശരിയാണ്, ദൈവം എന്നെ കൊണ്ട് അതിങ്ങനെ എല്ലാം ശേഖരിച്ച് വെപ്പിച്ചതാ. ദൈവത്തിൻ്റെ ഒരു ഉൾവിളി കാരണമാണ് ഞാൻ അതൊക്കെ. അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഇത്രയും ഹാങ് ആയിട്ടും ഞാൻ അത് എടുത്തു മാറ്റാൻ എന്താണെന്ന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എൻ്റെ ഈശ്വര, ഓരോന്ന് ശേഖരിച്ച് വെക്കുമായിരുന്നു ഞാൻ. അറിയുന്ന അത്രയും വിവരങ്ങൾ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. എനിക്ക് എങ്ങനെ അങ്ങനെ തോന്നിയത് പോലും എനിക്കറിയത്തില്ല. ഇവരിടുന്ന വീഡിയോക്കകത്ത് ഓരോ പോയിന്റുകളും ഞാൻ ഓരോ കംപ്ലൈൻ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി 4 കംപ്ലൈൻറ്റ് 4 എടുത്തായിട്ട് കൊടുത്തു, വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോകാനായിട്ട് ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നി ഈ ലക്ഷ്മി ആയിരിക്കണം, ലക്ഷ്മിയുടെ ആത്മാവ്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. എനിക്കറിയില്ല അങ്ങനെ ആത്മാവുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിക്കാറുണ്ടോ, എനിക്കറിയില്ല അതൊക്കെ. ഉദയഗിരിജ ചേച്ചിയോട്, ചേച്ചിക്ക് മണി പവർ ഉണ്ടെങ്കിൽ എനിക്ക് മസിൽ പവർ ഉണ്ടെന്ന് എഴുതിക്കും. ഇനിയും ഞാൻ തെളിവുകൾ ശേഖരിക്കും, ചേച്ചിക്കെതിരായിട്ട് വരികയും ചെയ്യും. ഞാൻ പിന്മാറിയതാ, പക്ഷേ ലക്ഷ്മിയുടെ മരണത്തോടുകൂടി എനിക്ക് വീണ്ടും വരേണ്ടതായി വന്നു. ഇനി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരും, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട ലക്ഷ്മിക്ക് പ്രണാമം. ഇതുകൊണ്ടൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കണം, ഇത് മാറുന്നതാണ് കേട്ടോ. ഇവിടെ കിടന്നൊന്നും ആരും നോക്കത്തില്ല. ഇച്ചിരി ചൂടുവെള്ളം ഉപ്പിട്ട് പിടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പിടിച്ചോ. നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മുടെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡെറ്റോൾ ഡെറ്റ് ഇടാനോ അടിക്കാനാണോ? ശരി. പിന്നെ ഉപ്പിട്ട വെള്ളത്തിലെങ്കിലും കഴുകി ഈ ചൊറിച്ചിൽ മാറ്റണം. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരീരം മുഴുവനും ആവും, ചീർത്ത് നല്ല വ്രണമായി ഒരുമാതിരി ആയിട്ടുണ്ട്. എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്ന എല്ലാവരും എവിടെ പോയാ കണ്ടു നോക്ക്. അവസാനത്തെ ആ വീഡിയോ, ഈ വീഡിയോ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കും. ഇതിന്റെ പേരിൽ എന്ത് കേസ് ആയാലും ശരി, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിരിക്കും. ഇനി അതും ആ കൊച്ചിന്റെ വീഡിയോ എടുത്ത് വെച്ച് അതാണ് മറ്റാണെന്ന് മറിച്ച് ആരും ഇനി പറഞ്ഞുകൊണ്ട് വരുമെന്നും വേണ്ട. ഞാൻ ഇവിടെ വെച്ചിരിക്കും ഒരു സംഭവം. നിങ്ങളിത് കണ്ടില്ലേ? നിങ്ങളോടാ ചോദിക്കുന്നത്, നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ? നിങ്ങളുടെയൊക്കെ ജീവമാത അമ്മ 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 എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം കടന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുമല്ലോ. എവിടെ നിങ്ങളുടെയൊക്കെ അമ്മ? അവരുടെ മോന് ബംഗ്ലാവ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ബംഗ്ലാവ് സുഖിച്ച് ജീവിക്കുക. എൻ്റെ പൊന്ന് ദൈവമേ, ഞാൻ ഒരു കാര്യം, ദൈവം ഉണ്ട്, അതാണ് അവനെ കൊണ്ട് അവൻ്റെ ഈ എന്തോ മൂത്ത് കിടന്നിട്ട് അവനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം ഇതെല്ലാം തെളിയിക്കാൻ പറ്റിയത്. നിങ്ങൾ ആ കൊച്ചിൻ്റെ സ്ഥിതിയാണ്, 24 വയസ്സ്. ഇപ്പം അവരുടെ മോനെ കണ്ട് 24 വയസ്സ്. അവൻ്റെ 24ാമത്തെ വയസ്സ് അവന് പതനം ഉണ്ടായത് കണ്ടില്ലേ? കർമ്മി എന്ന് പറഞ്ഞ ഇതാ. അവസാനത്തെ വീഡിയോ കണ്ടല്ലേ? അവരൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ കിളി പാറി നിൽക്കുക, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. കിളി പാറി നിൽക്കുക, കിളി. ഇതൊന്നും ആരും പറയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത്. 3 വർഷം മുമ്പ് ഞാനൊന്നും ഇല്ലായിരുന്നു, സീരിയസ്ലി പറയാം, എനിക്കൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഞാനൊക്കെ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ഒരു റിയാക്ഷൻ വീഡിയോയിലോട്ട് വരുമെന്നൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. എനിക്ക് കൂടുതൽ കുക്കിങ്ങും സംഭവം ഇതൊക്കെ ആയിരുന്നു. ഒന്ന് വെച്ചാൽ നന്നായി അതിലോട്ട് പോകാഞ്ഞത്. ഇപ്പം എനിക്ക് വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയാൻ പറ്റും. ഇതുപോലുള്ള കാണിക്കുന്ന തോന്നിവാസങ്ങളും മറ്റേ പരിപാടിയും മറിച്ച പരിപാടിയൊക്കെ കാണിക്കുന്നവരെയൊക്കെ വാഴോളം പൂർത്താൻ നിങ്ങളെപ്പോലെ കുറേ അമ്മച്ചിമാരും ഉണ്ട്, അമ്മാവന്മാരും ഉണ്ട്. എന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലോ നമ്മൾ കുറ്റക്കാർ. ഇനിയും വന്ന് തന്തയ്ക്ക് വിളിക്കും, നീയൊക്കെ കൂടെ വന്ന് തന്തയ്ക്ക് വിളിക്കും. അവിടെ സ്വന്തം ഐഡിയ വന്ന് വിളിക്കും. അയ്യോ എൻ്റെ പൊന്നോ സജിന, എന്തോ അവിടെ പേരാ, രേണു സുധിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാമെന്ന് വരുത്തിക്കൊണ്ടല്ലോ സജിന. ഞാൻ അവിടെ ഫോട്ടോയും കൂടെ അങ്ങ് വെച്ച് തന്നേക്കാം. ഇവളൊക്കെ പറഞ്ഞ് കേൾക്കണം. ഇല്ല അതുലിൻ്റെ വിഷയമാണ്, ഞാൻ അത് എടുത്തിടും എൻ്റെ ഇടയിലാണ്. കാരണം വെച്ചാലേ ജീവമാതയിലെ ആ സത്യസന്ധമായിട്ടുള്ള സ്ത്രീയും രേണുവും കൂടെ ഉണ്ടാക്കാൻ പോവാ കേസെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ടാൽ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഞാൻ ഇനിയും പറയും, ഒക്കെ പറയണം. കാരണം ഈ ഒരു അവസ്ഥ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ വേറെ ആരെയും ചിന്തിക്കണ്ട. ഏറ്റവും കൂടുതൽ ജീവനാണ് അമ്മമാർക്ക് മക്കള്. അവർക്ക് ഈ അവസ്ഥ വരുവാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് എന്നോട് പറയാം. ഞാനിപ്പോൾ എന്തോ പറയുന്നത് പോലും എനിക്കറിയത്തില്ല. വായി തോന്നിയൊക്കെ വിളിച്ച് പറയുകയാണ്. ഞാൻ അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴും ആ ജീവമാതാവിനെ അവരെ വലിയ ഇതാക്കി വെച്ചിരിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് തൊഴുത് പറയുക, നിനക്കൊക്കെ പോയി വല്ല പണിയെടുത്ത് പോടെ. വീട്ടിൽ ജോലി ഉണ്ടെങ്കിലും പോലെ ഈ സമയത്ത് ഈ കമന്റ് ഇടാൻ പറ്റുന്ന സമയത്ത് വല്ല വീട്ടിൽ മണ്ണെങ്കിലും ഇരുന്ന് മാന്തിക്കൊണ്ടിരി, പോച്ചയെങ്കിലും ചെത്തിക്കളഞ്ഞൊക്കെ നിന്നെയൊക്കെ അതിനേ പറ്റത്തുള്ളൂ. എൻ്റെ വീഡിയോ ഇരുന്ന് മൊത്തം കണ്ടിട്ട് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുമ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഇതിൻ്റെ മറുപടി എന്നെ ഒരാളെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കണം. എന്നെ ഇഷ്ടപ്പെടുന്നവർ ചുമ്മാ ലൈക്ക് അടിച്ചാൽ മാത്രം പോരാ, അഭിപ്രായമായിട്ട് പറ. ഈ കൊച്ചിന് വേണ്ടിയെങ്കിലും നട്ടലുള്ള തന്തയ്ക്ക് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നെങ്കിൽ പറ. ബൈ.